ലോകത്തിൽ ദശലക്ഷം കോടി രൂപ ശേഖരിക്കുന്ന ബാങ്കുകളാണ് സ്വിറ്റ്സർലൻഡിലെ സ്വിസ് ബാങ്കുകൾ. ഈ സ്വിസ് ബാങ്കുകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, കള്ളപ്പണമാണെങ്കിലും എത്ര കോടി രൂപ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ആരുടെയൊക്കെ അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് ബാങ്ക് ഒരിക്കലും മറ്റൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. ആർക്കൊക്കെ അവിടെ അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് ആർക്കും അറിയത്തുമില്ല. നമ്മുടെ നാട്ടിലുള്ള പണക്കാർ, പൗരപ്രമാണിമാർ, അണ്ടർവേൾഡ് മാഫിയ നേതാക്കന്മാർ, കള്ളക്കടത്തുകാർ, രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും അവരുടെ പണമെല്ലാം ഇതുപോലുള്ള സ്വിസ് ബാങ്കിലാണ് കൊണ്ട് നിക്ഷേപിക്കുന്നത്. നല്ല പലിശയും കിട്ടും. കാരണം ആരും അറിയില്ല. കാരണം ബാങ്ക് ഒരിക്കലും അവരുടെ രഹസ്യം മറ്റൊരാൾക്ക് വെളിപ്പെടുത്താത്തോളം കാലം എത്ര കോടി രൂപയും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണുന്ന പോസ്റ്ററിൽ സ്വിസ് ബാങ്കിൽ പണം നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 3 ഇരട്ടി വർധനയാണെന്നാണ് പറയുന്നത്. എന്നാൽ പാകിസ്ഥാന് അത് വീഴ്ചയാണ്. കാരണം പാകിസ്ഥാൻ പൊട്ടിപ്പൊളിഞ്ഞ സമ്പദ്ഘടനയും പൊളിഞ്ഞെല്ലാം ഇരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് പേർ പണം യുദ്ധാടിസ്ഥാനത്തിൽ സമ്പാദിക്കുന്നുണ്ട്, പല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരും കള്ളക്കടത്തുകാരും അണ്ടർവേൾഡുകാരും ഒക്കെ ഒരുപാട് രീതിയിൽ പൈസ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസ ഇന്ത്യയിൽ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കണം. നാളെ ഇപ്പോൾ GST വിജിലൻസോ ഗവൺമെൻറ് റെയ്ഡോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആ പൈസയ്ക്ക് കണക്ക് കൊടുക്കണം. അപ്പോൾ ഇന്ത്യയുടെ പുറത്ത് അത് കടത്തുകയാണെങ്കിൽ അത് അടിപൊളി ഒരു സംവിധാനമാണ്. അത് പുറത്ത് കടത്തി സ്വിസ് ബാങ്ക് പോലത്തെ ബാങ്കുകളിലൊക്കെ അതുകൊണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരുത്തിനും പിന്നെ തൊടില്ല. അത് സുരക്ഷിതമായി അവിടെ ഇരിക്കും, പുറം ലോകം അറിയൂല്ല. അതാണ് സ്വിസ് ബാങ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.